പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റർ 10 എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ചാപ്റ്റർ 12 ആയിട്ടായിരുന്നു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ചാപ്റ്റർ 10 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വേറെ വീഡിയോ ആയിരിക്കും കിട്ടുക കേട്ടോ. പഴയ ടെക്സ്റ്റ് ബുക്കിൽ 10th ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ നമ്പേഴ്സിനൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ചാപ്റ്റർ 12 എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് കിട്ടും കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ 8th പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോസ് കിട്ടാൻ വഴിയില്ല. അല്ലെ നിങ്ങൾ സെർച്ച് ചെയ്ത് തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഈ ചാപ്റ്റേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യുകയാണ്. കുറേ ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ട്. ഈ ചാപ്റ്ററിൽ ഡിലീറ്റഡ് ഇല്ല, മറ്റ് ചാപ്റ്ററുകളിലൊക്കെ ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മൾ 7th സ്റ്റാൻഡേർഡിലെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ലോസ് ഒക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ എക്സ്പോണൻറ്റ് പോസിറ്റീവായിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ ആണ് നമ്മൾ 7th പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എക്സ്പോണൻ്റ് ഒരു നെഗറ്റീവ് ഇൻറ്റിജർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ലോസ് എല്ലാം സെയിം തന്നെയാണ്, വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നമ്മൾ 7th പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10⁻²⁴ ഇങ്ങനെ ഒരു നമ്പർ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഈ 24നെ നമ്മൾ എന്താ വിളിക്കുക? 24നെ നമ്മൾ എക്സ്പോണൻ്റ് എന്ന് വിളിക്കും. 10നെ നമ്മൾ ബേസ് എന്നും വിളിക്കും. ഇതിനെ നമ്മൾ റീഡ് ചെയ്യുന്നത് 10⁻²⁴ എന്നും വായിക്കും. നമ്മൾ എളുപ്പത്തിൽ അങ്ങനെ വായിക്കും, അല്ലെങ്കിൽ 10⁻⁴ അങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം 2⁻5 എന്ന് വെച്ചാൽ എന്താണ്? 2വിനെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 2⁻5. ഇതിനെയാണ് നമ്മൾ 2⁻5 എന്ന് എഴുതുന്നത്. ഇനി ഈ ക്ലാസ്സിൽ, അതായത് 8th നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പോണൻ്റ് നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് 2⁻⁻5 അല്ലെങ്കിൽ 2⁻2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ എഴുതുക എന്നുള്ളതാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം 10⁻²2 എന്ന് വെച്ചാൽ എന്താ? 10നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 10⁻², ദാറ്റ് ഈസ് 100. ഇനി 10⁻1 എന്ന് വെച്ചാൽ 10 ഇല്ലേ? അപ്പോൾ ഈ 10 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഈ 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ 10 കിട്ടുക. 10⁻2 എന്ന് വെച്ചാൽ 10 × 10 100 വരും. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാം, ഞാൻ 10⁻3 കൂടെ ഒന്ന് എഴുതി കാണിക്കാം. 10⁻3 എന്ന് വെച്ചാൽ 10നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്താണ്? 1000 ആണ്. അപ്പോൾ 10⁻2 ചെയ്തപ്പോൾ എന്ത് വന്നു? 10 × 10 100 വന്നു. ആ 100 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഈ 1000ൽ നിന്ന് ഒരു 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടുക. അപ്പോൾ 1000നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 100 കിട്ടി. 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 10 കിട്ടി. ഇനി 10⁻0 എന്ന് വെച്ചാൽ എന്താ? 1. നമ്മൾ കഴിഞ്ഞ വർഷം ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? അതെങ്ങനെയാണ് കിട്ടിയത്? ഈ 10നെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 1 കിട്ടിയത്. അപ്പോൾ 10⁻3 ഈസ് 1000. ആ 1000നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 10⁻2 കിട്ടി, ദാറ്റ് ഈസ് 100. ഇതിനെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 10⁻1 കിട്ടി, ദാറ്റ് ഈസ് 10. അതിനെ വീണ്ടും നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടി, ദാറ്റ് ഈസ് 10⁻0. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾക്കിവിടെ പവേഴ്സ് എന്തൊക്കെയായിരുന്നു? 3 വന്നു, 2 വന്നു, 1 വന്നു, 0 വന്നു. ഇനി അപ്പോൾ അടുത്ത എന്തായിരിക്കും? 10⁻⁻1. അപ്പോൾ 10⁻⁻1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കിട്ടിയ 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 10⁻⁻1 എന്ന് വെച്ചാൽ എന്താണ്? 1/10 ആണ്. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ ഓരോ 10 കൊണ്ട് ഓരോരോ സ്റ്റെപ്പിൽ ഡിവൈഡ് ചെയ്താണ് വന്നത്. അപ്പം 10⁻0 ഈസ് 1.
അതിനെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/10. അപ്പോൾ 10⁻⁻1 എന്ന് പറയുന്നത് എന്തായി? 1/10 ആയി. അങ്ങനെയാണ് 10⁻2 നമുക്ക് എങ്ങനെ എഴുതാം? ഈ 1/10നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/10 ഡിവൈഡഡ് ബൈ 10 എന്ത് വരും? 1/10 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. 10ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/10 is equal to 1/10 into 10 100. 1/100 എന്ന് പറയുന്നത് എന്താ? 100 എന്ന് പറയുന്നത് എന്താണ്? 10⁻2 ആണ് അല്ലേ? അപ്പോൾ 10⁻2. അപ്പോൾ 10⁻2 എന്ന് പറയുന്നത് എന്താണ്? 1/10⁻2 ആണ്. മനസ്സിലായല്ലോ? ഇതേപോലെ 10⁻3 നമുക്ക് എഴുതാം. അപ്പോൾ 10⁻3 അങ്ങനെയാണ് എന്ത് വരും? 1/10⁻3 എന്ന് വരും. അപ്പോൾ 7th പഠിച്ചതിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് ഈ ചാപ്റ്ററിലുള്ളത് എന്താണ്? പവറിന് നെഗറ്റീവ് വരുമ്പോൾ എന്ത് വരും? 1/10 എന്ന് വരും. 10⁻1 ആണെങ്കിൽ 1/10 വരും. 10⁻2 ആണെങ്കിൽ 1/10⁻2 വരും. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് സൈൻ 1/, ഇട്ട് എഴുതുമ്പോൾ എന്താവും? പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ ജനറലി നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സേ ദാറ്റ് ഫോർ എനി നോൺ സീറോ ഇൻറ്റിജർ a⁻m is equal to 1/a⁻m ഇങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ നമ്പേഴ്സിന് പകരം ഞാനിവിടെ ആൽഫബറ്റ്സ് ഇട്ടെഴുതി. a⁻m is equal to 1/a⁻m where m is a positive integer. a⁻m is multiplicative inverse of a⁻m. a⁻mൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ തന്നെയാണ് അല്ലേ? 1/a⁻m. a⁻mൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഈസ് 1/a⁻m. അപ്പോൾ a⁻m എന്ന് പറയുന്നത് എന്താണ്? a⁻mൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമ്പേഴ്സിനെ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാൻ നമ്മൾ 7th പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 1425നെ നമ്മൾ എക്സ്പോണൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ എഴുതുക? 1 ഏത് പ്ലേസിലാണ്? 1000ൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 1 × 1000. ആദ്യം ഞാൻ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതി കാണിക്കാം. അത് കഴിഞ്ഞിട്ട് എക്സ്പോണൻസ് യൂസ് ചെയ്ത് എഴുതി കാണിക്കാം കേട്ടോ. 400ൻ്റെ പ്ലേസിലാണ്. സോ 4 × 100 പ്ലസ് 2 × 10 പ്ലസ് 5 × 1. ഇതാണ് എക്സ്പാൻഡഡ് ഫോം. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എക്സ്പോണൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 1 × 1000നെ നമുക്ക് എങ്ങനെ എഴുതാം? 1000 ഈസ് 10⁻3. അതായത് 1 കഴിഞ്ഞിട്ട് എത്ര 0 ഉണ്ടോ അതാണ് ഇവിടെ പവറായിട്ട് വരിക കേട്ടോ. പ്ലസ് 4 × 10⁻2 പ്ലസ് 2 × 10⁻1 പ്ലസ് 5 × 1 എന്ന് പറയുന്നത് എന്താണ്? 1 ഈസ് 10⁻0 ഈസ് 1 അല്ലേ? 10⁻0 ആണ് 1. അപ്പോൾ ഇതിനെ എന്തെഴുതാം? 10⁻0 എന്ന് എഴുതാം. ഇനി ഒരു ഡെസിമൽ പോയിന്റ് ഇട്ടുള്ള നമ്പറാണ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. 1425.36. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ 1 1000ൻ്റെ പ്ലേസിലാണ് അല്ലേ? അപ്പോൾ 1 × 1000 പ്ലസ് 4 × 100 പ്ലസ് 2 × 10 പ്ലസ് 5 × 1 പ്ലസ് ഇനി 3 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴോ, റൈറ്റിലേക്ക് നോക്കുമ്പോഴോ, ഇവിടെ 3 കഴിഞ്ഞ് പോയിന്റ് കഴിഞ്ഞ് റൈറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ ഇനി വൺസിൻ്റെ പ്ലേസ് ഇല്ല, ടെൻസ് തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000 അങ്ങനെയാണ് പോകുന്നത്. റൈറ്റിലേക്ക് പോകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻസ് ഇങ്ങനെയാണ് കേട്ടോ. ടെൻസ്, മറ്റേതെന്തായിരുന്നു? ടെൻസ് ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ടെൻസ്, അത് കഴിഞ്ഞ് ഹൺഡ്രഡ്സ് ഇങ്ങനെയാണ് പോവുക. അപ്പോൾ എന്താ വരിക? ടെൻസ് എന്ന് വെച്ചാൽ 1/10, ഹൺഡ്രഡ്സ് എന്ന് വെച്ചാൽ 1/100. അപ്പോൾ ഈ 3 ഏതിൻ്റെ പ്ലേസിലാണ്? ടെൻസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം?
3 ഇൻറ്റു 1/10 പ്ലസ് 6 ഏത് പ്ലേസിലാണ്? ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 6 ഇൻറ്റു 1/100. ഇതിനെ എക്സ്പോണൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 10⁻³ പ്ലസ് 4 ഇൻറ്റു 10⁻² പ്ലസ് 2 ഇൻറ്റു 10⁻1 പ്ലസ് 5 ഇൻറ്റു 10⁻0 പ്ലസ് എന്തെഴുതാം? 3 ഇൻറ്റു 1/10 ഈസ് 10⁻⁻1 പ്ലസ് 6 ഇൻറ്റു 10⁻². എങ്ങനെയാണ് -2 വന്നത്? 1/100 എന്ന് പറയുന്നത് എന്താണ്? 1/10⁻². ആണ്. 1/10⁻² ഈസ് 10⁻². ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി പഠിച്ചിരുന്നു. എന്താണ്? a⁻m ഈസ് ഈക്വൽ ടു 1/a⁻m എന്ന് പഠിച്ചു. 1/a⁻m a⁻m ആണെങ്കിൽ 1/10⁻²നെ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻² എന്ന് നമുക്ക് എഴുതാം. അതുകൊണ്ടാണ് 1/100നെ ഞാനിവിടെ 10⁻² എന്ന് എഴുതിയത്. 1/10 ഈസ് 10⁻⁻1. മനസ്സിലായല്ലോ? അപ്പോൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോണൻസ് യൂസ് ചെയ്ത് എക്സ്പാൻഡഡ് ഫോമിൽ നമ്പേഴ്സിനെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് വരുന്നതൊക്കെ എന്താവും? 1/10, 1/100, 1/1000 ഇങ്ങനെയാവും. അതിനെ എക്സ്പോണൻസിൽ എഴുതുമ്പോൾ മൈനസ് സൈൻ ഇട്ടായിരിക്കും എക്സ്പോണൻസ് വരിക. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. അത് വെച്ചിട്ട് ട്രൈ ദീസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അത് ഞാൻ പിന്നീട് ക്വസ്റ്റ്യനായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ലോസ് ഓഫ് എക്സ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ 7th പഠിച്ചിട്ടുള്ളതാണ്. ആ സെയിം ലോസ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ 7th പഠിച്ച ഫസ്റ്റ് ലോ എന്തായിരുന്നു? a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m+n. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്കൻഡ് ലോ എന്താണ്? a⁻m ബൈ a⁻n ഈസ് ഈക്വൽ ടു a⁻m-n. ഇതിനെ നമുക്ക് a⁻m ബൈ a⁻n ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അടുത്ത എന്തായിരുന്നു? ഇപ്പോൾ ഇവിടെ എന്താണ്? ബേസ് സെയിം ആയിട്ടുള്ളതാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി അടുത്ത ലോ എന്താണ്? a⁻m ഇൻറ്റു b⁻m ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? എക്സ്പോണൻ്റ് സെയിം ആണ്, ബേസ് ഡിഫറൻ്റ് ആണ്. അപ്പം ബേസുകളെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതും. അതായത് a ഇൻറ്റു b ദ ഹോൾ റേസ് ടു m. ഇനി a⁻m ബൈ b⁻m. ഇവിടെയും എക്സ്പോണൻ്റ് സെയിം ആണ്, ബേസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? a ബൈ b ദ ഹോൾ റേസ് ടു m. ഇതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? a⁻m ദ ഹോൾ റേസ് ടു n ഇസ് ഈക്വൽ ടു എന്ത് വരും? a⁻mn. ഇവിടെ എക്സ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, a⁻mn. അപ്പോൾ ബേസ് ഒരേപോലെയാണ് എങ്കിൽ എക്സ്പോണൻസിനെ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷനിൽ ആഡ് ചെയ്യും, ഡിവിഷനിൽ എക്സ്പോണൻസിനെ സബ്ട്രാക്റ്റ് ചെയ്യും. ഇവിടെ ബേസ് ഡിഫറൻ്റ് ആണെങ്കിൽ ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ്പോണൻ്റ് നമ്മൾ അതേപോലെ എഴുതും. ഇവിടെ ബേസുകൾ തമ്മിൽ ഡിവിഷൻ ചെയ്തിട്ട് എക്സ്പോണൻ്റ് അതേപോലെ എഴുതും. a⁻m ദ ഹോൾ റേസ് ടു n-നെ പവറുകൾ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും, a⁻m. ഇതൊക്കെ നമ്മൾ 7th പഠിച്ചത് തന്നെയാണ് കേട്ടോ. അടുത്തത് a⁻0 ഈസ് 1. ഇത്രയും ലോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 7th നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് എക്സ്പോണൻസിൽ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവിൽ നമ്മൾ ഈ ലോ തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരെണ്ണം കൂടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. a ബൈ b ദ ഹോൾ റേസ് ടു -m ഈസ് ഈക്വൽ ടു b ബൈ a ദ ഹോൾ റേസ് ടു m എന്ന് വരും. ഇതാണ് ഒരെണ്ണം. ഈ ഒരെണ്ണം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ചെയ്ത് കാണിക്കാം.
നോക്കിയേ, എ ബൈ ബി ദ ഹോൾ റേസ് ടു നെഗറ്റീവ് എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു നെഗറ്റീവ് എം ബൈ ബി റേസ് ടു നെഗറ്റീവ് എം. എ ബൈ ബി ദ ഹോൾ റേസ് ടു നെഗറ്റീവ്, അതായത് എ ബൈ ബി റേസ് ടു എം എന്താണ്? എ റേസ് ടു എം ബൈ ബി റേസ് ടു എം. അപ്പോൾ ആ ഒരു ലോ യൂസ് ചെയ്ത് തന്നെ ഞാനിവിടെ എഴുതി എ റേസ് ടു നെഗറ്റീവ് എം ബൈ ബി റേസ് ടു നെഗറ്റീവ് എം. ഇനി എ റേസ് ടു നെഗറ്റീവ് എം എന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു നെഗറ്റീവ് എം എന്ന് പറയുന്നത് 1 ബൈ എ റേസ് ടു എം ആണ്. ബി റേസ് ടു നെഗറ്റീവ് എം എന്ന് പറയുന്നത് 1 ബൈ ബി റേസ് ടു എം ആണ്. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? എ റേസ് ടു എം ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും, ഇതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ എന്ത് വരും? ബി റേസ് ടു എം ബൈ 1 is equal to 1 into b raised to m is b raised to m. a raised to m into 1 is a raised to m. ഇപ്പോൾ ഇതെന്തായി? b raised to m by a raised to m, that is b by a the whole raised to m. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ RHS നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ എ ബൈ ബി ദ ഹോൾ റേസ് ടു നെഗറ്റീവ് എം എന്ന് വെച്ചാൽ എന്താണ്? ബി ബൈ എ ദ ഹോൾ റേസ് ടു എം ആണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ഒരു ഫോമിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെ എക്സ്പോണൻറ്റ് പോസിറ്റീവായിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാം. എ ബൈ ബിയെ നേരെ തിരിച്ച് ബി ബൈ എ എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സ്പോണൻറ്റ് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പോൾ ഐഡൻറ്റിറ്റീസ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ലോസ് തന്നെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ലോസ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ ഇനി ഞാൻ എക്സസൈസുകളിൽ ചെയ്ത് കാണിക്കും. ഇപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിച്ചത് ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോർഷൻ എന്താണെന്ന് നോക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് യൂസ് ഓഫ് എക്സ്പോണൻസ് ടു എക്സ്പ്രസ് സ്മോൾ നമ്പേഴ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. സ്മോൾ നമ്പേഴ്സിനെ എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എക്സ്പോണൻസ് യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലാർജ് നമ്പേഴ്സിനെ എക്സ്പോണൻസ് യൂസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ 150 0 0 0 0 0 0 0 0 0. ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെയുള്ള ഈ ഒരു നമ്പർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇടും. അപ്പോൾ ഇതിനെ നമ്മൾ അതായത് ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ എപ്പോഴും ഒരു ഡിജിറ്റ് മാത്രമേ കാണാൻ പാടുള്ളൂ കേട്ടോ. സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ഒരു ഡിജിറ്റ് കാണാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് നമ്മൾ എവിടെ ഇടും? 1 കഴിഞ്ഞിട്ടിടും. 1 കഴിഞ്ഞിട്ട് 0 ഒഴികെയുള്ള നമ്പേഴ്സ് മൊത്തം നമ്മളിവിടെ എഴുതും, 0 എഴുതത്തില്ല. അപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു ഡിജിറ്റേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് 0 അല്ലാത്ത നമ്പർ 5 മാത്രമേ ഉള്ളൂ. ഇൻറ്റു 10 റേസ് ടു, ഇനി നമ്മൾ ഈ 5 തൊട്ട് നമ്മൾ 1 കഴിഞ്ഞിട്ട് ഇവിടെ 5ൻ്റെ മുമ്പാണ് ഡെസിമൽ പോയിൻ്റ് ഇട്ടത് അല്ലേ? ഇത് തൊട്ട് എത്ര ഡിജിറ്റ്സ് ഇങ്ങോട്ടുണ്ട് എന്ന് നോക്കും. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 ഡിജിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ 10 റേസ് ടു 11 എന്ന് എഴുതും. അപ്പോൾ ഈ നമ്പറിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെ എഴുതി? 1.5 ഇൻറ്റു 10 റേസ് ടു 11 എന്ന് എഴുതി. വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ഇത് ലാർജ് നമ്പേഴ്സിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഇനി ഇതേപോലെ നമുക്ക് സ്മോൾ നമ്പേഴ്സിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇത് ഞാൻ ഒരു നമ്പറൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമേ. 149 6 0 0 0 0 0 0 0 0. ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 1 കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിൻ്റ് ഇടുന്നു. ബാക്കിയുള്ള നമ്പേഴ്സ് 4 9 6 ഇൻറ്റു 10 റേസ് ടു. അപ്പം ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡിജിറ്റേ ഉള്ളൂ, ബാക്കി 0 അല്ലാത്ത ഡിജിറ്റുകൾ നമ്മളിവിടെ എഴുതി. ഇൻറ്റു 10 റേസ് ടു. ഇനി നമ്മൾ 4 തൊട്ടാണ് ഇട്ടത്. 4ന് മുമ്പാണ് നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇട്ടത്. ഇവിടെ തൊട്ട് 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ എന്ത് വരും? 10 റേസ് ടു 11 എന്ന് വരും. മനസ്സിലായല്ലോ എങ്ങനെയാണ് എഴുതുക എന്ന്? ഇതാണ് ലാർജ് നമ്പേഴ്സിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് നമ്മൾ
കൺവേർട്ട് ചെയ്തെഴുതുന്നത്. ഇനി ഒരു സ്മോൾ നമ്പർ മീൻസ് 0.000007. ഇതിനെ നമ്മൾ എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും? അപ്പം ഡെസിമൽ പോയിൻ്റ് ഇടാതെ നമുക്ക് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പോണൻ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പറിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ എക്സ്പോണൻ്റ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് ഇവിടെ തൊട്ട് നിങ്ങളിങ്ങോട്ട് കൗണ്ട് ചെയ്യുക. അതായത് നമുക്ക് ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡിജിറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ 7 കഴിഞ്ഞിട്ട് വേണം പോയിൻ്റ് ഇടാൻ. അപ്പോൾ എന്ത് വരും? 1 എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 7 ഇൻറ്റു, അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഡിജിറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോയിൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 7 വരെ ഉള്ളത് കൗണ്ട് ചെയ്യണം. അപ്പോൾ 7 ഇൻറ്റു 10 റേസ് ടു ഡെസിമൽ പോയിൻ്റ് ഉള്ളതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതുന്നത്. അപ്പോൾ എന്ത് വരും? -6 എന്ന് വരും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ കൺഫ്യൂഷൻ ആവും എങ്ങനെയാണ് ഈ -6 വരുന്നതെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം, അതായത് പഴയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള വീഡിയോയിൽ ഞാനതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്ത നമ്പറിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ചെയ്യുമ്പോൾ എക്സ്പോണൻ്റ് പോസിറ്റീവ് ആയിരിക്കും. ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പറിനെ ചെയ്യുമ്പോൾ എക്സ്പോണൻ്റ് നെഗറ്റീവ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. 0.0016. ഇതിനെ ചെയ്യുമ്പോൾ എങ്ങനെ വരും? നമുക്ക് ഡെസിമൽ പോയിൻറ്റിന് മുമ്പ് ഒരു ഡിജിറ്റ് വേണമെന്ന് പറഞ്ഞു, 0 അല്ലാത്ത. അപ്പം നമ്മൾ ഈ 1 കഴിഞ്ഞിട്ടായിരിക്കും പോയിൻ്റ് ഇടുക. അപ്പോൾ 1 പോയിൻറ്റ്, ഇവിടെ 0 അല്ലാത്ത 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഡിജിറ്റ് ഡെസിമൽ പോയിൻറ്റിന് മുമ്പും, അപ്പോൾ എന്താണ് ഡെസിമൽ പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഉള്ള ഡിജിറ്റും നമ്മൾ എഴുതണം. അപ്പോൾ 1 കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഇട്ടത്. അപ്പോൾ 1 വരെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3. അപ്പോൾ എന്തെഴുതാം? 10 റേസ് ടു -3 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 1.6 ഇൻറ്റു 10 റേസ് ടു -3 എന്ന് വന്നു. ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാം. 0.000768. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾ 0 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം അങ്ങ് എഴുതുക കേട്ടോ. ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുക, എന്നിട്ട് ബാക്കി എല്ലാം അങ്ങ് എഴുതുക. ഇൻറ്റു 10 റേസ് ടു, ഇനിയുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമ്മൾ പോയിൻ്റ് ഇട്ടത് 7 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യുക. 1 2 3 4. അപ്പോൾ എന്ത് വരും? 10 റേസ് ടു -4 എന്ന് വരും. ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. 0.00003258. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0 കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ എഴുതുന്നു. 3.258. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഡെസിമൽ പോയിൻറ്റിന് മുമ്പ് ഒരു ഡിജിറ്റേ കാണാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ളത് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുന്നു. എത്ര ഉണ്ട്? 1 2 3 4 5. അപ്പോൾ ഇൻറ്റു 10 റേസ് ടു -5. അപ്പം സ്മോൾ നമ്പേഴ്സിനെ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. വളരെ സിമ്പിളാണ് ചെയ്യാൻ. ലാർജ് നമ്പേഴ്സിനെ ചെയ്യുന്നത് ഞാനിവിടെ കാണിച്ചു തന്നു. അത് ഒരെണ്ണം കൂടെ ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. 25700000000. ഇതിനെ എങ്ങനെ എഴുതാം? ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് മുമ്പ് ഒരു ഡിജിറ്റ് വേണം. സോ 2.57 ഇൻറ്റു, ഇനി ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യും. 1 2 3 4 5 6 7 8 9 10 11 ഉണ്ടല്ലേ. അപ്പോൾ 10 റേസ് ടു 11. അപ്പോൾ 2.57 ഇൻറ്റു 10 റേസ് ടു 11 എന്ന് നമുക്ക് കിട്ടി. ഉണ്ടോ? വളരെ സിമ്പിളല്ലേ ചെയ്യാൻ. അപ്പോൾ എക്സ്പോണൻ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പറാണ് തരുന്നതെങ്കിൽ എക്സ്പോണൻ്റ് നെഗറ്റീവ് ആയിരിക്കും. ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്തതാണ് തരുന്നതെങ്കിൽ എക്സ്പോണൻ്റ് പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ?